നമസ്കാരം. ക്രൈംബ്രാഞ്ച് ആരംഭിക്കുന്നു. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. മാധ്യമപ്രവർത്തകൻ രാംചന്ദർ ഛത്രപതിയുടെ കൊലപാതക കേസിൽ വിവാദ ആൾദൈവം ഗുർമീത് റാം റഹീം സിംഗ് കുറ്റക്കാരനാണെന്ന് കോടതി. ഈ മാസം 17-ന് പഞ്ചുകുള CBI പ്രത്യേക കോടതി ഗുർമീതിന് ശിക്ഷ വിധിക്കും. പുരാസച്ച് ദിനപത്രത്തിന്റെ എഡിറ്ററായിരുന്ന രാംചന്ദർ 2002-ലാണ് കൊല്ലപ്പെടുന്നത്. പഞ്ചകുള പ്രത്യേക CBI കോടതി ജഡ്ജി ജഗദീപ് സിംഗാണ് ഗുർമീത് റാം റഹീം സിംഗ് കൊലപാതക കേസിൽ കുറ്റക്കാരനാണെന്ന് വിധിച്ചിരിക്കുന്നത്. ബലാത്സംഗ കേസിൽ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ഗുർമീതിന് വിധി കേൾക്കാൻ സിർസ ജയിലിൽ വീഡിയോ കോൺഫറൻസ് സൗകര്യം ഒരുക്കിയിരുന്നു. 2006-ലാണ് രാംചന്ദ്ര ഛത്രപതിയുടെ കൊലപാതക കേസ് CBI ഏറ്റെടുത്തത്. നീണ്ട 12 വർഷത്തിനു ശേഷമാണ് കേസിൽ വിധി വന്നിരിക്കുന്നത്. ഗുർമീതിന്റെ സിർസയിലുള്ള ആശ്രമത്തിൽ സ്ത്രീകളെ ബലാത്സംഗത്തിന് ഇരയാക്കുന്നുണ്ടെന്ന വാർത്ത പുറത്തുവിട്ടതിന്റെ പ്രതികാരത്തിനാണ് ഛത്രപതിയെ കൊലപ്പെടുത്തിയതെന്നാണ് CBIയുടെ കണ്ടെത്തൽ. ഇതിനുവേണ്ട തെളിവുകളും CBI കോടതിയിൽ നിരത്തിയിരുന്നു. ബലാത്സംഗ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ റാം റഹീം സിംഗിന് 2017-ൽ 20 വർഷമാണ് കോടതി ശിക്ഷ വിധിച്ചിരുന്നത്. അന്ന് വിവാദ ആൾദൈവത്തിന്റെ അനുയായികൾ നടത്തിയ കലാപത്തിൽ 30-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു. പഞ്ചാബിലും ഹരിയാനയിലും വിധി പ്രസ്താവത്തിന് മുമ്പ് കനത്ത സുരക്ഷ ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. വിചിത്രവും ക്രൂരവുമായിരുന്നു റാം റഹീം സിംഗിന്റെ ജീവിതം. ഉന്നത രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങൾ മുതൽ ലക്ഷക്കണക്കിന് വരുന്ന അനുയായികൾ വരെ റാം റഹീം സിംഗ് എന്ന വിവാദ ആൾദൈവത്തിന്റെ മുതൽക്കൂട്ടുകളായിരുന്നു. അദ്ഭുത ബാലനായാണ് ദേര സച്ച സൗദ അനുയായികൾക്കിടയിൽ ആദ്യം റാം റഹീം സിംഗ് അറിയപ്പെട്ടിരുന്നത്. ദേര സച്ച സൗദയുടെ സ്ഥാപകൻ ദേരേഷ മസ്താനാജി 1960-ൽ റാം റഹീം സിംഗ് ജനിക്കുമെന്ന് പ്രവചിച്ചുവെന്നാണ് അനുയായികൾ വിശ്വസിക്കുന്നത്. 1990-ൽ 23-ാം വയസ്സിലാണ് സന്യാസം സ്വീകരിച്ച ദേര സച്ച സൗദയുടെ 3ാമത്തെ തലവനായി എത്തുന്നത്. സിഖ് മതം ഉൾപ്പെടെയുള്ള മതങ്ങളിലെ യാഥാസ്ഥിതിക ചിന്തയെ വിമർശിച്ചും സ്വതന്ത്രമായ മതദർശനം മുന്നോട്ടുവച്ചുമാണ് ദേര സച്ച സൗദയുടെ പ്രവർത്തനം. ദേര സച്ച സൗദയുടെ തലവനായി എത്തിയതോടെ റാം റഹീം സിംഗ് കൂടുതൽ പ്രശസ്തനായി. എല്ലാ മേഖലകളിലും അത്ഭുതകരമായ അറിവ് ഇദ്ദേഹത്തിനുണ്ടെന്ന് അനുയായികൾ വിശ്വസിക്കുന്നു. 8-ാം വയസ്സിൽ ഡ്രൈവിംഗ് പഠിച്ച റാം റഹീം സിംഗിന് ഒരേ സമയം ഫുട്ബോൾ കളിക്കാനും സിനിമയിൽ അഭിനയിക്കാനും അനുയായികളെ കാണാനും ആകുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. 5 കോടിയോളം അനുയായികൾ തങ്ങൾക്കുണ്ടെന്നാണ് ദേര സച്ച സൗദയുടെ അവകാശവാദം. റാം റഹീം സിംഗിനെ കുറിച്ച് പ്രചരിച്ച നിറം പിടിപ്പിച്ച കഥകളുടെ ചലച്ചിത്ര രൂപമായിരുന്നു ബോളിവുഡ് സിനിമകളായ മെസഞ്ചർ ഓഫ് ഗോഡും മെസഞ്ചർ ഓഫ് ഗോഡ് 2-ഉം. നിറം പിടിപ്പിച്ച അദ്ഭുത കഥകൾ കൂടുതൽ പേരിലെത്തിക്കുന്നതിന് സിനിമയെ കൂടി ഇയാൾ കൂട്ടുപിടിക്കുകയായിരുന്നു. സിനിമകളുടെ സംവിധാനം, തിരക്കഥ, അഭിനയം, സംഗീതം, ഛായാഗ്രഹണം തുടങ്ങി എല്ലാ മേഖലകളിലും റാം റഹീം സിംഗ് മാത്രം നിറഞ്ഞു നിന്ന സിനിമകളായിരുന്നു MSG, MSG2, MSG3 എന്നിവ. മെസഞ്ചർ ഓഫ് ഗോഡ് 1-ാം ഭാഗത്തിൽ 43 വ്യത്യസ്ത വേഷങ്ങളിലെത്തി ഇയാൾ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ചു. സിനിമകൾക്ക് പുറമെ ആൽബം നിർമ്മാണത്തിലും റാം റഹീം സിംഗും സംഘവും സജീവമാണ്. ഒടുവിൽ പുറത്തിറങ്ങിയ ഹൈവേ ലവ് ചാർജർ എന്ന ആൽബം ആദ്യം 3 ദിവസം 30 ലക്ഷം കോപ്പികൾ വിറ്റുവെന്നാണ് ഇവരുടെ വെളിപ്പെടുത്തൽ. അതേസമയം തന്നെ വിചിത്രവും ക്രൂരവുമായ നിരവധി ആരോപണങ്ങൾ റാം റഹീം സിംഗിനെതിരെ ഉയർന്നിട്ടുണ്ട്. ഇയാൾക്ക് ഏറ്റവും തിരിച്ചടിയായിട്ടുള്ള വർഷമായിരുന്നു 2002. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിക്ക് റാം റഹീം സിംഗ് തന്നെ പീഡിപ്പിച്ചെന്ന് കാണിച്ച് ദേര സച്ച സൗദയിലെ സന്യാസികൾ തന്നെ കത്തയക്കുകയായിരുന്നു. ഇതേ തുടർന്ന് CBI ഏറ്റെടുത്ത കേസിലായിരുന്നു റാം റഹീം സിംഗിനെ കുറ്റക്കാരനായി കണ്ടെത്തിയത്. ജയിലിലടയ്ക്കാൻ കോടതി വിധി വന്നതിനു ശേഷം രാജ്യത്തിന്റെ പല ഭാഗത്തും വൻ അക്രമങ്ങളായിരുന്നു ഇയാളുടെ അനുയായികൾ അഴിച്ചുവിട്ടത്. വിചിത്രങ്ങളായ മറ്റൊരു ആരോപണവും റാം റഹീം സിംഗിനെതിരെ ഉയർന്നിട്ടുണ്ട്. 400ഓളം അനുയായികളായ യുവാക്കളെ ഷണ്ഡീകരിച്ചുവെന്നായിരുന്നു ഈ ആരോപണം. തനിക്ക് 19 വയസ്സുള്ളപ്പോൾ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം വൃക്ഷണങ്ങൾ നീക്കം ചെയ്തുവെന്ന് 34-കാരനായ ഹൻസ്രാജ് ചൌഹാൻ എന്നയാൾ തുറന്നു പറഞ്ഞതോടെയാണ് സംഭവം പുറത്തായത്. 2000-നും 2009-നും ഇടയിലായിരുന്നു 400ഓളം അനുയായികളെ ഷണ്ഡീകരിച്ചുവെന്ന ആരോപണം. ഏറ്റവും ഒടുവിൽ ഹരിയാനയിലെ മാധ്യമപ്രവർത്തകൻ രാംചന്ദർ ഛത്രപതിയുടെ കൊലപാതക കേസിൽ ഗുർമീത് റാം റഹീം സിംഗ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ഈ മാസം 17-ന് പഞ്ചകുള CBI പ്രത്യേക കോടതി ഗുർമീതിന് ശിക്ഷ വിധിക്കും. പൂരാസച്ച് ദിനപത്രത്തിന്റെ എഡിറ്ററായിരുന്ന രാംചന്ദർ 2002-ലാണ് കൊല്ലപ്പെടുന്നത്. ദേരയിലെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് വാർത്തകൾ എഴുതിയ മാധ്യമപ്രവർത്തകനാണ് രാംചന്ദർ ഛത്രപതി. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV.
കാസർഗോഡ് ചേറ്റുകുണ്ടിൽ മാധ്യമപ്രവർത്തകരെയും പോലീസിനെയും ആക്രമിച്ച സംഭവത്തിൽ 4 RSS BJP പ്രവർത്തകരെ ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. വനിതാ മതിലിൽ സ്ത്രീകൾ അണിനിരന്നപ്പോൾ ഉണ്ടായ ആക്രമണം പ്രതിരോധിക്കാൻ ശ്രമിച്ച പോലീസിനെയും മാധ്യമപ്രവർത്തകരെയുമാണ് BJPക്കാർ സംഘം ചേർന്ന് ആക്രമിച്ചത്. അറസ്റ്റിലായവരെ കോടതി റിമാൻഡ് ചെയ്തു. ജനുവരി 1 വനിതാ മതിൽ സംഘടിപ്പിച്ച ദിവസം കാസർഗോഡ് ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ BJP RSS പ്രവർത്തകർ അക്രമം വ്യാപകമായി സംഘടിപ്പിച്ചിരുന്നു. പരിക്കേറ്റ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ ഇപ്പോഴും ചികിത്സയിലാണ്. ബായാറിലെ മദ്രസ അധ്യാപകൻ കരീം ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല. ഈ സംഭവങ്ങളിലെല്ലാം പോലീസ് അറസ്റ്റ് തുടരുകയാണ്. ചേറ്റുകുണ്ടിൽ വനിതാ മതിലിൽ പങ്കെടുത്ത സ്ത്രീകളെ കല്ലെറിഞ്ഞപ്പോൾ അവിടെയെത്തിയ പോലീസിനെയും ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്ന മനോരമ ന്യൂസ്, 24 ന്യൂസ് ചാനലുകളിലെ ക്യാമറാമാൻമാരെയും റിപ്പോർട്ടർമാരെയും BJP RSS പ്രവർത്തകർ ആക്രമിക്കുകയുണ്ടായി. ഈ സംഭവത്തിൽ ബാബുരാജ്, ഗിരീഷ്, രഞ്ജിത്ത്, മധു എന്നിവരെയാണ് ബേക്കൽ പോലീസ് പിടികൂടിയത്. ഇതിൽ മധുവും രഞ്ജിത്തും മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചവരാണെന്ന് പോലീസ് വ്യക്തമാക്കി. ഇവർക്കൊപ്പം മറ്റു 2 പേർ പോലീസിനെയും ആക്രമിച്ചവരാണ്. ഇവരെ കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കോയമ്പത്തൂരിലെ കല്യാൺ ജ്വല്ലേഴ്സിന്റെ കാർ തടഞ്ഞ് 1 ലക്ഷത്തിന്റെ ആഭരണങ്ങൾ തട്ടിയെടുത്തതിന് നേതൃത്വം വഹിച്ചത് മലയാളികളടങ്ങുന്ന സംഘമെന്ന സൂചന. 2 ദിവസത്തിലധികം പ്രതികളെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ചെന്നൈ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. മുഖ്യപ്രതികൾ ഉടൻ തന്നെ വലയിലാകുമെന്ന് പോലീസ് പറഞ്ഞു. 6 സംഘങ്ങളായി തിരിഞ്ഞ് കേസന്വേഷണം നടത്തുന്ന കോയമ്പത്തൂർ SP-യുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ ചെന്നൈ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണമാണ് കവർച്ചാ സംഘത്തെക്കുറിച്ച് നിർണായക വിവരങ്ങൾ ലഭിക്കാനിടയാക്കിയത്. സംഘം സഞ്ചരിച്ച കാറിന്റെ ഉടമയെ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണമാണ് കവർച്ചാ സംഘത്തിലേക്ക് വിരൽ ചൂണ്ടിയതെന്നാണ് സൂചന. പലതവണ കൈമറിഞ്ഞ് ഒടുവിൽ മലയാളിയായ ഒരാളാണ് കവർ വാങ്ങിയതെന്ന് പോലീസ് അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിരുന്നു. സംഘത്തെക്കുറിച്ചുള്ള അന്വേഷണം വാഹനത്തിൽ കണ്ടെത്തിയ വിരലടയാളം കേന്ദ്രീകരിച്ചും നടക്കുന്നുണ്ട്. ആഭരണങ്ങൾ കൊണ്ടുപോവുകയായിരുന്ന കാറടക്കമാണ് തട്ടിയെടുത്തത്. പിന്നീട് ഈ കാർ ഉപേക്ഷിച്ച നിലയിൽ മധുരയ്ക്കടുത്ത് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിലെ വിരലടയാളങ്ങളും പരിശോധിക്കുന്നുണ്ട്. തമിഴ്നാട് പോലീസ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ സ്ഥിരം കുറ്റവാളികളുടേതുമായി കാറിൽ കണ്ട വിരലടയാളങ്ങൾ ഒത്തുനോക്കി. വിരലടയാളം തിരിച്ചറിയാൻ കേരള പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട്. കാക്കച്ചാവടിയിലെ പെട്രോൾ പമ്പിന് സമീപത്ത് നിന്ന് തിങ്കളാഴ്ച പകൽ 2ഓടെയാണ് തൃശൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് ആഭരണങ്ങളുമായി പോവുകയായിരുന്ന കാർ മറ്റൊരു കാറുകൊണ്ട് ഇടിപ്പിച്ചു നിർത്തി തട്ടിയെടുത്തത്. 3107 ഗ്രാം സ്വർണ്ണാഭരണങ്ങൾ, 243 ഗ്രാം സ്വർണം പൊതിഞ്ഞ വജ്രാഭരണങ്ങൾ, 243 ഗ്രാം വെള്ളിയാഭരണങ്ങൾ എന്നിവയാണ് കവർച്ച ചെയ്യപ്പെട്ടത്. ജുവലറിയുടെ വാഹനത്തിലുണ്ടായിരുന്ന 2 ഡ്രൈവർമാരെ വലിച്ചിറക്കിയ ശേഷമാണ് 10 അംഗ സംഘം ആഭരണങ്ങളുള്ള വണ്ടിയുമായി കടന്നത്. തൃശൂർ കോയമ്പത്തൂർ ദേശീയപാതയിൽ 10 ദിവസത്തോളം കവർച്ചക്കാർ ഉപയോഗിച്ച വണ്ടികൾ സ്ഥിരമായി ടോൾ കേന്ദ്രങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടെന്ന് വിവരം ലഭിച്ചതായി പോലീസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്. ശബരിമല വിഷയത്തിൽ ദുരുദ്ദേശപരമായി ഹർജി നൽകിയതിന് ഹൈക്കോടതി വിധിച്ച 25,000 രൂപ പിഴ BJP നേതാവ് ശോഭ സുരേന്ദ്രൻ അടച്ചു. ഹൈക്കോടതിയിലെ ലീഗൽ സർവീസ് വിഭാഗത്തിലാണ് ശോഭ പിഴ ഒടുക്കിയത്. പിഴ അടക്കില്ലെന്നും ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നുമായിരുന്നു ശോഭ പരസ്യ നിലപാട് സ്വീകരിച്ചത്. സുപ്രീം കോടതിയെ സമീപിക്കുന്നത് തിരിച്ചടിയാകുമെന്ന നിയമോപദേശം ലഭിച്ചതിനെ തുടർന്നാണ് പിഴ അടച്ചതെന്നാണ് സൂചന. ശബരിമലയിൽ ഭക്തരെ പോലീസ് പീഡിപ്പിക്കുകയാണെന്നും തനിക്ക് നേരെയും പീഡനമുണ്ടായെന്നും മറ്റും ആരോപിച്ച് സമർപ്പിച്ച ഹർജിയിലായിരുന്നു ശോഭാ സുരേന്ദ്രനെതിരെ ഹൈക്കോടതി കടുത്ത നടപടി സ്വീകരിച്ചത്. ആരോപണം വസ്തുതാവിരുദ്ധമെന്ന് വിലയിരുത്തിയ കോടതി ഹർജി തള്ളി 25,000 രൂപ പിഴശിക്ഷ വിധിക്കുകയായിരുന്നു. എന്നാൽ ഹൈക്കോടതി വിധിക്കെതിരെ ശോഭ പരസ്യമായി തന്നെ രംഗത്തെത്തി. ഹൈക്കോടതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ഗത്യന്തരമില്ലാതെ ഒടുവിൽ പിഴയൊടുക്കാൻ തയ്യാറാവുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിലെ ലീഗൽ സർവീസ് വിഭാഗത്തിൽ 25,000 രൂപ പിഴയൊടുക്കി രസീത് കൈപ്പറ്റി വില കുറഞ്ഞ പ്രശസ്തിക്ക് വേണ്ടി കോടതിയെ ഉപയോഗിക്കരുതെന്ന് താക്കീത് നൽകിയ ശേഷമായിരുന്നു ശോഭയ്ക്ക് ശിക്ഷ വിധിച്ചത്. ശോഭയുടെ അഭിഭാഷകൻ നിരുപാധികം മാപ്പപേക്ഷിച്ചെങ്കിലും ഹർജി പിൻവലിക്കാൻ പോലും അനുവദിക്കാതെ കോടതി ഹർജി തള്ളുകയാണ് അന്ന് ചെയ്തത്. അനാവശ്യവും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ ഹർജികളുമായി എത്തുന്നവർക്കുള്ള സന്ദേശമായാണ് പിഴ ചുമത്തുന്നതെന്നും ചീഫ് ജസ്റ്റിസ് ഋഷികേശ് റോയ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. ശബരിമല വിഷയം ഉന്നയിച്ച് സമർപ്പിച്ച ഹർജി തള്ളിയതും ഹർജിക്കാരിക്ക് പിഴ വിധിച്ചതും BJP നേതൃത്വത്തിന് വലിയ നാണക്കേട് സൃഷ്ടിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പാലക്കാട് വീണ്ടും കള്ളനോട്ട് വേട്ട. 3.5 ലക്ഷം രൂപയുടെ കള്ളനോട്ടുമായി ഒരാൾ പിടിയിലായി. കഴിഞ്ഞ ദിവസം ചെർപ്പുളശ്ശേരിയിലും കള്ളനോട്ട് പിടികൂടിയിരുന്നു.
ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇരിങ്ങാലക്കുടയ്ക്ക് യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നതിനിടയിലാണ് തൃക്കടീരി കീഴൂർ സ്വദേശി സജീർ മോൻ പിടിയിലായത്. 2000 രൂപയുടെ 176 നോട്ടുകളാണ് ഇയാളിൽ നിന്നും കണ്ടെത്തിയത്. അരക്കെട്ടിൽ ഒളിപ്പിച്ചു വെച്ച നിലയിലായിരുന്നു നോട്ടുകൾ. കഴിഞ്ഞ ദിവസം കോതക്കുറിശ്ശിയിൽ വെച്ച് കള്ളനോട്ടുമായി പിടിയിലായ റിൻഷാദിന്റെ ബന്ധുവാണ് സജീർ മോൻ. റിൻഷാദിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് സജീർ മോൻ പിടിയിലായത്. സജീർ മോന് അന്തർ സംസ്ഥാന കള്ളനോട്ട് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നാണ് സംശയിക്കുന്നത്. ഒരാഴ്ചക്കിടെ ഒറ്റപ്പാലത്ത് മാത്രം ചെറുതും വലുതുമായ കേസുകളിൽ 5.5 ലക്ഷത്തോളം രൂപയുടെ കള്ളനോട്ടുകളാണ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം ചെർപ്പുളശ്ശേരിയിൽ കള്ളനോട്ടുകളുമായി മലപ്പുറം സ്വദേശി പിടിയിലായിരുന്നു. കള്ളനോട്ടുകളുടെയും കള്ളപ്പണത്തിന്റെയും അന്തർ സംസ്ഥാന റാക്കറ്റുകളുടെ ഇടത്താവളമായി പാലക്കാട് മാറുന്നുവെന്നാണ് തുടർച്ചയായ സംഭവങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മകരവിളക്ക് കാലത്ത് ശബരിമല സന്ദർശിക്കാൻ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടി ഹൈക്കോടതിയെ സമീപിച്ച ബി.ജെ.പി. നേതാവ് കെ. സുരേന്ദ്രന് തിരിച്ചടി. ശബരിമലയിൽ സ്ഥിതിഗതികൾ ശാന്തമാണെന്നും അത് നശിപ്പിക്കാനാണോ പോകുന്നതെന്നും ഹർജി പരിഗണിക്കവേ ജസ്റ്റിസ് രാജ വിജയരാഘവൻ വാക്കാൽ ആരാഞ്ഞു. ശബരിമലയിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമമാണെന്നും സുരേന്ദ്രന് ഇളവ് അനുവദിക്കരുതെന്നും പോലീസ് വാദിച്ചു. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുതെന്ന കർശന ഉപാധിയോടെയായിരുന്നു ബി.ജെ.പി. നേതാവ് കെ. സുരേന്ദ്രന് ഹൈക്കോടതി മുൻപ് ജാമ്യം അനുവദിച്ചത്. ഈ ഉപാധിയിൽ ഇളവ് ആവശ്യപ്പെട്ടാണ് സുരേന്ദ്രൻ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മകരവിളക്കിനോടനുബന്ധിച്ച് സന്നിധാനത്തെത്താൻ അനുവദിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഹർജി പരിഗണിക്കവെയാണ് സുരേന്ദ്രനെതിരെ കടുത്ത പരാമർശങ്ങൾ കോടതി നടത്തിയത്. ശബരിമലയിൽ സ്ഥിതിഗതികൾ ഇപ്പോൾ ശാന്തമാണെന്നും അത് നശിപ്പിക്കാനാണോ പോകുന്നതെന്നുമായിരുന്നു ഹർജി പരിഗണിച്ച ജസ്റ്റിസ് രാജ വിജയരാഘവന്റെ ചോദ്യം. സുരേന്ദ്രന്റെ ഹർജിയെ പോലീസ് ശക്തമായി എതിർത്തു. ഒരു കാരണവശാലും സുരേന്ദ്രന് ഇളവ് അനുവദിക്കരുതെന്നും ശബരിമലയിലെ ക്രമസമാധാന അന്തരീക്ഷം തകർക്കാനാണ് ശ്രമമെന്നും പോലീസ് നിലപാടെടുത്തു. ഹർജി അടുത്ത തിങ്കളാഴ്ച പരിഗണിക്കുന്നതിനായി മാറ്റി. അന്ന് സർക്കാർ നിലപാടറിയിക്കണം. സന്നിധാനത്ത് പേരക്കുട്ടിയുടെ ചോറൂണിനെത്തിയ 52-കാരിയെ ആക്രമിച്ച കേസിലായിരുന്നു സുരേന്ദ്രൻ ജയിലിലായതും പിന്നീട് കോടതി കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചതും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 2011 തടവുകാരെ വിട്ടയച്ച സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. 209 തടവുകാരെ വിട്ടയച്ച നടപടിയാണ് റദ്ദാക്കിയത്. 10 വർഷം തടവ് അനുഭവിച്ചവരെയാണ് 2011 വിട്ടയച്ചത്. വിട്ടയച്ചവരുടെ വിവരങ്ങൾ ഗവർണർ പരിശോധിക്കണമെന്നും വിട്ടയക്കപ്പെട്ടവർ ബാക്കി തടവ് അനുഭവിക്കണമെന്നും കോടതി. 10 വർഷത്തിലധികം തടവ് ശിക്ഷ അനുഭവിച്ചവർക്ക് ഇളവ് അനുവദിച്ചുകൊണ്ടുള്ള 2011 സർക്കാർ ഉത്തരവ് കോടതി റദ്ദാക്കി. തടവുകാർക്ക് ശിക്ഷ ഇളവ് നൽകാൻ സർക്കാരിന് അധികാരമുണ്ടെങ്കിലും അതിന് മതിയായ കാരണങ്ങൾ വേണമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. 2011 ഉത്തരവിൽ മതിയായ കാരണങ്ങൾ ഇല്ലാതെയും ചിലരെ വിട്ടയച്ചുവെന്നും കോടതി വിലയിരുത്തി. ഈ സാഹചര്യത്തിൽ ഇളവ് ലഭിച്ചവരുടെ പട്ടിക സർക്കാർ പുനഃപരിശോധിക്കണം. ഇക്കാര്യത്തിൽ 6 മാസത്തിനകം ഗവർണർ തീരുമാനമെടുക്കണം. പരിശോധനയ്ക്ക് ശേഷം യോഗ്യതയില്ലെങ്കിൽ ശേഷിക്കുന്ന ശിക്ഷാ കാലയളവ് വിട്ടയക്കപ്പെട്ടവർ അനുഭവിക്കേണ്ടി വരുമെന്നും കോടതി വ്യക്തമാക്കി. 2011 ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചായിരുന്നു തടവുകാർക്ക് ശിക്ഷാ ഇളവ് പ്രഖ്യാപിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സിബിഐ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിനു പിന്നാലെ അലോക് വർമ്മ സർവീസിൽ നിന്നും രാജിവെച്ചു. ഫയർ ആൻഡ് സർവീസ് DG ചുമതല ഏറ്റെടുക്കാനാകില്ലെന്ന് വർമ്മ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. തനിക്ക് സ്വാഭാവിക നീതി നിഷേധിച്ചുവെന്നും CBC അന്വേഷണം ഏകപക്ഷീയമാണെന്നും കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് നൽകിയ രാജിക്കത്തിൽ അലോക് വർമ്മ പറയുന്നു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള ഉന്നതതല സമിതിക്കെതിരെയും കേന്ദ്ര വിജിലൻസ് കമ്മീഷനെതിരെയും കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചാണ് അലോക് വർമ്മ പോലീസ് സർവീസിൽ നിന്ന് രാജി പ്രഖ്യാപിച്ചത്. രാകേഷ് അസ്താന നൽകിയ പരാതിയിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നടത്തിയ അന്വേഷണം നീതിപൂർവമല്ല. അസ്താന നൽകിയ പരാതി അതേപടി റിപ്പോർട്ട് നൽകുകയായിരുന്നു. സുപ്രീം കോടതി മേൽനോട്ടത്തിനായി നിയോഗിച്ച റിട്ടയർഡ് ജസ്റ്റിസ് AK പട്നായിക്കിന് മുന്നിൽ ഒരിക്കൽ പോലും അസ്താന ഹാജരായില്ല. അന്വേഷണത്തിൽ എത്തിച്ചേർന്ന തീർപ്പ് തന്റേതല്ലെന്ന് റിപ്പോർട്ടിൽ AK പട്നായിക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും CVC റിപ്പോർട്ടിന്മേൽ തന്റെ വിശദീകരണം തേടാതെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള ഉന്നതതല സമിതി തീരുമാനമെടുക്കുകയായിരുന്നുവെന്നും ഇത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്നും കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം നൽകിയ രാജിക്കത്തിൽ പറയുന്നു. CVCയെ ഉപയോഗിച്ച് CBI എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് തനിക്കെതിരെയുള്ള നടപടി. 2017 ജൂലൈ വരെയായിരുന്നു തന്റെ സർവീസ് കാലാവധി. CBI ഡയറക്ടർക്ക് 2 വർഷത്തെ സർവീസ് നിർബന്ധമായതുകൊണ്ടാണ് ഇത് നീട്ടിയത്. ഡയറക്ടർ സ്ഥാനത്ത് നീക്കിയതോടെ സർവീസിൽ തുടരാൻ തനിക്ക് അർഹതയില്ലെന്നും അതിനാൽ ഫയർ ആൻഡ് സർവീസ് DG ചുമതല ഏറ്റെടുക്കുന്നില്ലെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. അതിനിടെ വർമ്മയ്ക്ക് പകരം ഇടക്കാല CBI ഡയറക്ടറെ നാഗേശ്വർ റാവു ചുമതലയേറ്റു. പിന്നാലെ അലോക് വർമ്മ പുറത്തിറക്കിയ സ്ഥലം മാറ്റ ഉത്തരവുകൾ അദ്ദേഹം റദ്ദാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി.
സിബിഐയുടെ വിശ്വാസ്യത സംരക്ഷിക്കാനാണ് താൻ ശ്രമിച്ചതെന്നും നിസ്സാരമായ ആരോപണങ്ങളുടെ പേരിൽ തന്നെ പുറത്താക്കുകയായിരുന്നുവെന്നും അലോക് വർമ്മ. സിബിഐയുടെ ഇടക്കാല ഡയറക്ടറായി ചുമതലയേറ്റ നാഗേശ്വർ റാവു അലോക് വർമ്മയുടെ കഴിഞ്ഞ 2 ദിവസത്തെ സ്ഥലമാറ്റ ഉത്തരവുകൾ റദ്ദാക്കി. അതേസമയം സംസ്ഥാനത്തിനുള്ളിൽ സിബിഐ അന്വേഷണത്തിന് ഛത്തീസ്ഗഡ് സർക്കാരും അനുമതി നിഷേധിച്ചു. മോയിൻ ഖുറേഷിക്കെതിരായ അന്വേഷണത്തിൽ അലോക് വർമ്മയുടെ ഇടപെടൽ സംശയാസ്പദം. IRCTC കേസിൽ മുഖ്യപ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചു. അഴിമതി ആരോപണമുള്ള ഉദ്യോഗസ്ഥരെ സിബിഐ തിരികെ കയറ്റാൻ ശ്രമിച്ചു. സിബിഐ ജോയിന്റ് ഡയറക്ടർക്കെതിരായ കേസിൽ നടപടികൾ വൈകിപ്പിച്ചു തുടങ്ങിയ 10ഓളം ആരോപണങ്ങളാണ് ഉന്നതതല സമിതി പരിഗണിച്ചത്. എന്നാൽ ഇതിൽ മിക്കതിനും തെളിവില്ലെന്നും തുടരന്വേഷണം ആവശ്യമാണെന്നുമാണ് CVC റിപ്പോർട്ടിൽ പറയുന്നത്. ഈ റിപ്പോർട്ട് പരിഗണിച്ച് അലോക് വർമ്മയെ മാറ്റിയത് റഫേൽ വിഷയത്തിൽ CBI FIR രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു എന്ന ഭയം മോദിക്കുള്ളത് കൊണ്ടാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. നിസ്സാരമായ ആരോപണങ്ങളുടെ പേരിൽ തന്നെ പുറത്താക്കുകയായിരുന്നു. CBIയുടെ വിശ്വാസം തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും സ്വതന്ത്രമായി CBI പ്രവർത്തിക്കണമെന്നും അലോക് വർമ്മ വ്യക്തമാക്കി. CBIയിൽ പുറമെ നിന്നുള്ള സ്വാധീനമുണ്ടായി. തന്നോട് ശത്രുതയുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ പരാതിയാണ് തനിക്കെതിരെ നടപടിയെടുത്തത്. തന്റെ നിലപാട് വിശദീകരിക്കാൻ അവസരം ലഭിച്ചില്ലെന്നും അലോക് വർമ്മ പറഞ്ഞു. പ്രശാന്ത് ഭൂഷൺ, അരുൺ ഷൂരി, യശ്വന്ത് സിൻഹ എന്നിവർ റഫേൽ ഇടപാടിന്റെ വിശദമായ രേഖകൾ സഹിതം CBIക്ക് പരാതി നൽകുകയും റഫേൽ ഇടപാടിനെ കുറിച്ച് അലോക് വർമ്മ പ്രതിരോധ മന്ത്രാലയത്തോട് വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. വലിയ രീതിയിൽ പ്രത്യാഘാതമുണ്ടാകുമെന്ന് മനസ്സിലാക്കിയാണ് മോദി അലോക് വർമ്മയെ പുറത്താക്കിയത്. സംസ്ഥാനത്തിനുള്ളിൽ CBI അന്വേഷണത്തിന് ആന്ധ്രാപ്രദേശിനും പശ്ചിമ ബംഗാളിനും പിന്നാലെ ഛത്തീസ്ഗഡും അനുമതി നിഷേധിച്ചു. ഈ തീരുമാനം അറിയിച്ച് സംസ്ഥാന മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. 2001 ഛത്തീസ്ഗഡ് സർക്കാർ CBIക്ക് അന്വേഷണാധികാരം നൽകി ഉത്തരവിറക്കിയത്. എന്നാൽ ഈ പുതിയ ഉത്തരവ് പ്രകാരം സംസ്ഥാനത്തിനകത്ത് അന്വേഷണത്തിനും റെയ്ഡിനും ഇനി മുതൽ പ്രത്യേക അനുമതി തേടേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, ദില്ലി. CBI സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താനയ്ക്കെതിരായ FIR റദ്ദാക്കില്ലെന്ന് ദില്ലി ഹൈക്കോടതി. ഡെപ്യൂട്ടി സൂപ്രണ്ട് ദേവേന്ദ്രകുമാർ നൽകിയ ഹർജിയും കോടതി തള്ളി. അസ്താനയ്ക്കും ദേവേന്ദ്രകുമാറിനുമെതിരായ അന്വേഷണം 10 ആഴ്ചക്കകം പൂർത്തിയാക്കണമെന്നും ഇവരെ 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് ചെയ്യരുതെന്നും കോടതി ഉത്തരവിട്ടു. മോയിൻ ഖുറേഷി കേസിലെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാനായി ഹൈദരാബാദ് സ്വദേശിയിൽ നിന്ന് കോഴ വാങ്ങിയെന്നാണ് ഇരുവർക്കുമെതിരെയുള്ള കേസ്. മാംസ കയറ്റുമതി വ്യവസായിയായ മോയിൻ ഖുറേഷിക്കെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പേര് പരാമർശിക്കാതിരിക്കാൻ ഹൈദരാബാദ് സ്വദേശിയായ സതീഷ് സനിൽ നിന്ന് 2 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് കേസ്. ഈ കേസിലെ FIR റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് അസ്താനയും കേസിലെ മറ്റൊരു പ്രതി DCP ദേവേന്ദ്രകുമാറും ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചത്. ഇവർ നൽകിയ ഹർജികൾ തള്ളിയ കോടതി 10 ആഴ്ചകം അന്വേഷണം പൂർത്തിയാക്കാൻ CBIയോട് ആവശ്യപ്പെട്ടു. CBI തലപ്പത്ത് തർക്കങ്ങൾ മൂർച്ഛിക്കാൻ കാരണമായത് ഈ കേസാണ്. സതീഷ് സനിൽ നിന്ന് 10 മാസം ഗഡുക്കളായാണ് അസ്താന പണം കൈപ്പറ്റിയതെന്ന് FIRൽ പറയുന്നുണ്ട്. മുൻ CBI ഡയറക്ടർ അലോക് വർമ്മ വ്യക്തിവൈരാഗ്യം തീർക്കാൻ കെട്ടിച്ചമച്ചതാണ് കേസെന്നും വാദത്തിനിടെ ഇരുവരും ആരോപിച്ചിരുന്നു. CBIയിലെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെയും ചില ഉന്നതർ നടത്തിയ ഗൂഢാലോചനയാണ് സതീഷ് സനിയുടെ പരാതിയുടെ പിന്നിലെന്നും അസ്താന വാദിച്ചിരുന്നു. എന്നാൽ ഈ വാദം തള്ളിയ ജസ്റ്റിസ് വാസ്രി അഴിമതി നിരോധന നിയമത്തിലെ 17A വകുപ്പ് പ്രകാരം ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്താൻ മുൻകൂർ അനുമതിയുടെ ആവശ്യമില്ലെന്നും നിരീക്ഷിച്ചു. FIR രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് കഴിഞ്ഞ ഒക്ടോബർ മുതൽ അസ്താനയും ദേവേന്ദ്രകുമാറും നിർബന്ധിത അവധിയിലാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനായ അഡീഷണൽ സൂപ്രണ്ട് ഗുരുവിന്റെയും കേസിലെ മറ്റൊരു പ്രതിയായ മനോജ് പ്രസാദിന്റെയും ഹർജികളിലാണ് ഇനി ഹൈക്കോടതി വിധി പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഹർദിക് പാണ്ഡ്യയെയും K ലോകേഷ് രാഹുലിനെയും തള്ളി വിരാട് കോഹ്ലി. ഇന്ത്യൻ ടീം ഇരുവർക്കൊപ്പമല്ലെന്ന് കോഹ്ലി വ്യക്തമാക്കി. കോഫി വിത്ത് കരൺ എന്ന സ്വകാര്യ ടെലിവിഷൻ ഷോയ്ക്കിടെ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഹാർദിക് പാണ്ഡ്യയ്ക്കും KL രാഹുലിനും BCCI വിലക്കേർപ്പെടുത്തിയിരുന്നു. ഇരുവരെയും 2 മത്സരങ്ങളിൽ നിന്ന് വിലക്കുമെന്ന് ഇന്നലെ ചെയർമാൻ വിനോദ് റായ് നിർദ്ദേശിച്ചു. ഇതിനു പിന്നാലെയാണ് വിരാട് കോഹ്ലിയും ഇരുവരുടെയും അഭിപ്രായത്തെ തള്ളിയത്. ഇരുവരും ഉന്നയിച്ചത് ഇന്ത്യൻ ടീമിന്റെ അഭിപ്രായമല്ല, തീർത്തും സ്വന്തം അഭിപ്രായമാണെന്നും ഇരുവരുടെയും അഭിപ്രായത്തോട് യോജിക്കാനാകില്ലെന്നും ഇത്തരം പരാമർശങ്ങൾ ഇവർ ആവർത്തിക്കില്ല എന്നാണ് കരുതുന്നതെന്നും കോഹ്ലി വ്യക്തമാക്കി. ഇതോടെ ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിൽ ആദ്യ 2 മത്സരങ്ങൾ ഇരുവർക്കും നഷ്ടമാവും. BCCIയുടെ ഭാഗത്തു നിന്ന് കൂടുതൽ നടപടിക്കും സാധ്യത. ന്യൂസ് ഡെസ്ക്. അയോഗ്യനാക്കിയ ഹൈക്കോടതി നടപടി ചോദ്യം ചെയ്ത് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി സമർപ്പിച്ച ഹർജിയിൽ മുൻ ഉത്തരവ് ആവർത്തിച്ച് സുപ്രീം കോടതി. ഷാജിക്ക് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്നും ആനുകൂല്യങ്ങൾ ലഭിക്കില്ലെന്നും കോടതി ഉത്തരവിട്ടു. വോട്ടെടുപ്പിൽ പങ്കെടുക്കാനും കഴിയില്ല. തെരഞ്ഞെടുപ്പിൽ വർഗീയ പ്രചരണം നടത്തിയ സംഭവത്തിൽ KM ഷാജിയെ അയോഗ്യനാക്കിയ ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ മുൻ ഉത്തരവ് ആവർത്തിച്ച് സുപ്രീം കോടതി.
നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്നും എന്നാൽ ആനുകൂല്യങ്ങൾ ലഭിക്കില്ലെന്നും ഉത്തരവിട്ടു. നിയമസഭാ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന മുൻ ഉത്തരവും കോടതി ആവർത്തിച്ചു. അഴീക്കോട് മണ്ഡലത്തിൽ നിന്നുള്ള CPIM പ്രവർത്തകൻ TV ബാലൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഷാജിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി രണ്ടാമത്തെ ഉത്തരവ് പുറപ്പെടുവിച്ചത്. എതിർ സ്ഥാനാർത്ഥി MV നികേഷ് കുമാർ നൽകിയ ഹർജിയിൽ നേരത്തെ ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരായ ഹർജി പരിഗണിച്ച സുപ്രീം കോടതി നേരത്തെ ഷാജിക്ക് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അനുമതി നൽകിയിരുന്നു. അഴീക്കോട് തെരഞ്ഞെടുപ്പും MLA സ്ഥാനവും റദ്ദാക്കിയ ഹൈക്കോടതി നടപടി ചോദ്യം ചെയ്ത് ഷാജി സമർപ്പിച്ച 2 ഹർജികളും ഒരുമിച്ച് പരിഗണിക്കാൻ ജസ്റ്റിസ് AK സിക്രി അധ്യക്ഷനായ ബെഞ്ച് തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി വർഗീയ വിദ്വേഷം പരത്തുന്ന ലഘുലേഖ പ്രചരിപ്പിച്ചതിനാണ് KM ഷാജിയെ ഹൈക്കോടതി അയോഗ്യനാക്കിയത്. അമുസ്ലിമിന് വോട്ട് ചെയ്തതെന്നും അവർ ചെകുത്താന്റെ കൂടെ അന്തിയുറങ്ങേണ്ടവരാണെന്നും മുസ്ലിമായ ഷാജിക്ക് വോട്ട് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുള്ള ലഘുലേഖയാണ് ഷാജി വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ദില്ലി.